നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രമേയത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. 1994 ആദ്യമായി KSRTC സൂപ്പർ ഫാസ്റ്റ് എന്ന ജനകീയ സർവീസ് ആരംഭിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്റ്റോപ്പുകൾ നിർത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ യാത്രക്കാരെ അവരുടെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഫാസ്റ്റ് എന്ന സർവീസ് ആരംഭിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് KSRTC കൂടുതൽ സ്റ്റോപ്പുകളിലേക്ക് സൂപ്പർ ഫാസ്റ്റുകൾ നിർത്താൻ തുടങ്ങി. ധാരാളം ബസ് സ്റ്റേഷനുകളിൽ അനാവശ്യമായി കയറി ഇറങ്ങി, കയറാൻ ആളില്ല, ഇറങ്ങാൻ ആളില്ലെങ്കിലും കയറി ഇറങ്ങി സമയം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സാധാരണ ഒരു ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ നിലയിലേക്ക് സൂപ്പർ ഫാസ്റ്റിനെ തരം താഴ്ത്തി കൊണ്ടുവന്നു. യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറി. കാരണം ട്രെയിനിൽ പുറപ്പെടുന്നതിനേക്കാൾ സമയമെടുത്തുകൊണ്ട് എത്തുന്നു. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ കോട്ടയത്തെത്തുമ്പോൾ ഒരു ബസ് 6 മണിക്കൂർ കൊണ്ട് കോട്ടയത്തെത്തുന്നു. ഇത് യാത്രക്കാരെ സംബന്ധിച്ച് ഇത് രണ്ടും തുടങ്ങുന്ന തമ്പാനൂരിൽ നിന്നാണ്.